മദമേരിയുടെ ജന്മത്തിരുന്നാളിന് നമ്മൾ ഒരുങ്ങുന്ന 5-ാം ദിവസമാണിട്ടാ. നിങ്ങളെല്ലാരും നല്ലതുപോലെ പ്രാർത്ഥിച്ചൊരുങ്ങണുണ്ടല്ലോ. മദമേരിയുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഗിഫ്റ്റ് സ്വീകരിക്കാൻ റെഡിയല്ലേ? മദമേരിയുടെ സ്വന്തമാകാനുള്ള ഒരു എളുപ്പ വഴി പറയട്ടെ. മദമേരി എപ്പോഴും നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ മദമേരിക്ക് പ്രത്യക്ഷപ്പെട്ടത്. മദമേരി പരിശുദ്ധാത്മാവിലാലും നിറഞ്ഞതും. അതുപോലെ ഈശോയുടെ ശിഷ്യന്മാരും മദമേരിയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നത്. കൂട്ടുകാരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണമെങ്കിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണോട്ടാ. അങ്ങനെ നമ്മൾ എളിമ നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിച്ച് മദമേരിയുടെ സ്വന്തം മക്കളാകാം. മദമേരിയുടെ സ്വന്തം കുഞ്ഞുമാളു ഉമ്മ. ഒരു വചനം പഠിച്ചാലോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. ഒരു പുണ്യം അഭ്യസിക്കാം. എല്ലാ ദിവസം പരിശുദ്ധാത്മാവിന്റെ വരദാന ബലങ്ങൾ ലഭിക്കാനായി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുത്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങയുടെ ഉദരത്തിൽ ബലമായുഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനെ ആമേൻ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാം. പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മദമേരി, ഐ ലവ് യു. ചക്കര ഉമ്മ, മദമേരിയുടെ സ്വന്തം കുഞ്ഞുമാളു.